സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. SIനെ വിളിച്ചിട്ട് SI ഫോൺ എടുക്കുന്നില്ല. എൻ്റെ അടുത്ത് 170 BNS സെക്ഷൻ 117 ക്ലോസ് 2 പ്രകാരമാണ് 7 വർഷം വരെ പിന്നെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് പ്രകാരമുള്ള ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷെ സ്റ്റേഷനിൽ ജാമ്യത്തിൽ വിട്ടു എന്നാണ് ഇപ്പൊ കിട്ടിയ അറിവ്. അത് മാത്രമല്ല, സങ്കടകരമായ ഒരു അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മോന്റെ മൊഴി പോലും ഇതുവരെ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. എൻ്റെ മോന്റെ മൊഴി രേഖപ്പെടുത്തി യഥാർത്ഥ വസ്തുതകൾ പോലീസ് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ പ്രതിനെ ജാമ്യത്തിൽ വിട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. പോലീസിന് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. പോലീസ് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കേണ്ട വകുപ്പാണ്. പക്ഷെ പോലീസ് തന്നെ വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ സ്വാധീനമാവാനാണ് സാധ്യത. രാഷ്ട്രീയ ഉന്നതന്മാരുടെ സ്വാധീനമാവാനാണ് സാധ്യത. മോൻ ഇപ്പോഴും രാത്രി മുഴുവനും കടുത്ത പനിയായിരുന്നു മോനെ. ഡോക്ടർ ഇപ്പോൾ ഒബ്സർവേഷന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുൻപിൽ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് വിവരം അറിഞ്ഞത്. ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് തന്നെയാണ് ഭയങ്കര സങ്കടകരമായ അവസ്ഥ. എൻ്റെ മോന്റെ ഈ എല്ലാ അവസ്ഥയും അറിഞ്ഞ് എൻ്റെ മോന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് പ്രതിനെ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു സങ്കടകരമായ അവസ്ഥയാണ്. ആദ്യം മുതലേ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഉന്നതരുടെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം പുറത്തറിഞ്ഞാൽ സ്ഥാപനത്തിന് അത് ദുഷ്പേരാവും പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഈ വ്യക്തി ഈ പ്രതിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രതി കേസും കൊണ്ട് സ്റ്റേഷനിൽ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ പ്രതി അതിനുശേഷം ഈ മർദ്ദനം ഉണ്ടായതിനു ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉത്സവപ്പറമ്പുകളിൽ കൊട്ടി ആഘോഷിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. പരിക്കുള്ള ആള് ഹോസ്പിറ്റലിൽ പോയി പരിക്കുണ്ട് എന്ന് പറയുന്ന ആള് ഈ ഉത്സവപ്പറമ്പുകളിൽ കൊട്ടി ആഘോഷിക്കുന്ന ഫോട്ടോ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങൾ അത് ഹാജരാക്കാൻ തയ്യാറാണ്. ഇത് വെറും വ്യാജമായ ആരോപണമാണ് അവരുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവര് നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം അവര് ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും അവരുടെ സ്ഥാപനത്തിന് നാളെ മേലാക്കും വല്ല പേരുദോഷം വരുമോ എന്നുള്ള ഒരു അഭിപ്രായം കൊണ്ട് അവർ നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെ ഹോസ്പിറ്റലിലാണല്ലോ, എന്താണ് അവിടെ നടക്കുന്നത്, പിന്നെ ഈ വിവരം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി SIനെ വിളിച്ചിരുന്നു 2-3 പ്രാവശ്യം. SI ഫോൺ എടുത്തില്ല. എനിക്ക് കിട്ടിയ അറിവ് വെച്ച് പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യത്തിൽ വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 7 വർഷം വരെ ഞാൻ FIR പരിശോധിച്ചപ്പോൾ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ് ചുമത്തിയിട്ടുള്ളത്. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. പക്ഷെ അങ്ങനെയുള്ള ഒഫൻസുകൾ സാധാരണ കോടതിയിൽ നിന്നാണ് ജാമ്യം എടുക്കാറ്. ഇത് കോടതിയിൽ കൊണ്ടുപോകാതെ സ്റ്റേഷനിൽ തന്നെ ജാമ്യം വിട്ടത് രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ സ്വാധീനമാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും മോനെ സുഖമാവട്ടെ. അല്ലാണ്ട് മോനെ സുഖമാവാൻ വേണ്ടി ഞങ്ങളെല്ലാവരും, ഞാനും ഭാര്യയൊക്കെ മോൻ്റെ അടുത്ത് ഇവിടെ ഹോസ്പിറ്റലിലാണ്. എനിക്ക് പുറത്ത് പോകാനോ അല്ലെങ്കിൽ ഈ കേസിന്റെ അന്വേഷണങ്ങൾക്കായിട്ട് പിന്നാലെ പോകാനോ സമയം കിട്ടിയിട്ടില്ല ഇതുവരെ. മോൻ ഡിസ്ചാർജ് ആയതിനു ശേഷം അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ല, ഇതിലൊരു കള്ളക്കേസ് വരുന്നില്ലല്ലോ. CCTV വിഷ്വൽ TVയിൽ വളരെ വ്യക്തമാണ്. അതായത് വെറുതെ ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെ പിന്നിലൂടെ വന്ന് കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിച്ച് മാറിൽ പിടിച്ചമർത്തുന്ന ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതിൽ അങ്ങനത്തെ ഒരു കാര്യം വരുന്നില്ല. ബോധപൂർവം ഉണ്ടായ അക്രമമാണ്. അങ്ങനെ നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നമ്മൾ കാണാതെ നമ്മുടെ ബാക്കിലൂടെ വന്നിട്ട് ഒരാൾ കഴുത്തിൽ പിടിച്ചമർത്തി കഴിഞ്ഞാൽ ആരായാലും കൊതറി എണീക്കില്ലേ? അതുമാതിരി എൻ്റെ മകൻ കൊതറി എണീറ്റ് അവൻ ഇരുന്ന ബെഞ്ചിന്മേൽ കയറി നിൽക്കുകയാണ്. ആ ബെഞ്ചിന്മേൽ കയറി നിൽക്കുന്ന സമയത്ത് പിന്നിലുണ്ടായിരുന്ന വ്യക്തി ആ ബെഞ്ചിന്മേൽ ചാടി കയറി ഇടിക്കുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. അതിന് ഇടി കൊണ്ട് ശേഷം ഇത് എന്താന്ന് ചോദിക്കാൻ വേണ്ടി പിന്നാലെ പോയ എൻ്റെ മോനെയാണ് വീണ്ടും ഒരു മൂലയിലിട്ട് മർദ്ദിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ ആദ്യത്തെ സീനുകളിൽ വളരെ വ്യക്തമാണ്. എൻ്റെ മോൻ 10 മണിക്ക് ക്ലാസ്സിൽ പ്രയർ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് കറക്റ്റ് 10 മണിക്ക് വന്ന് ആ ബെഞ്ചിൽ 2 കുട്ടികളുടെ ഇടയിൽ നടുവിലായി വന്ന് ഇരിക്കുന്ന സമയത്ത് പിന്നിലൂടെ ഒളിഞ്ഞു വന്ന് കഴുത്തിൽ ബലമായി പിടിച്ച് അമർത്തുന്നു. ഒരു ഇടത്തെ കൈ കൊണ്ട് കഴുത്തിൽ ബലമായി പിടിച്ചമർത്തുന്നു, വലതു കൈ കൊണ്ട് അവന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ പിടിച്ച് അമർത്തുന്നു. അതിൽ അസ്വസ്ഥനായ മോൻ ചാടി എണീക്കണം. കഴുത്തിൽ പിടിച്ച് മുറിക്കാൻ ആർക്കായാലും ശ്വാസം മുട്ടുമല്ലോ. അതായത് CCTV ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ചാടി എണീറ്റ് അവൻ ഇരിക്കുന്ന ബെഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് ആ പ്രതി ഈ ബെഞ്ചിലേക്ക് കയറി വന്ന് ഇടിക്കുന്നത്
ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പോലും CCTV യിൽ കണ്ടതാണ്. ഇതിൽ കെട്ടിച്ചമയ്ക്കേണ്ട യാതൊരു കഥയില്ലല്ലോ. കാരണം ഞാൻ എൻ്റെ ഒന്നും ഞാനല്ല ഇത് പരാതി അല്ല പോലീസിൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ഈ ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന വേറെ ഏതോ ഒരു അധ്യാപകനാണ് പോലീസിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുള്ളത്. എന്നിട്ടും ഈ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന എൻ്റെ മോൻ ഫോണിൽ എന്നെ വിളിച്ചു. എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ അഡ്വക്കേറ്റ് അവിനാശ് എന്നിവരെ വിളിച്ച് പറയുകയും ഇദ്ദേഹം ആ സ്ഥാപനത്തിൽ എത്തിയതിനു ശേഷം അവിടെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എൻ്റെ മോനെ, എൻ്റെ സുഹൃത്താണ് ആ സ്ഥാപനത്തിൽ നിന്ന് ജില്ലാ ആശുപത്രി അല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അത് താലൂക്ക് ആശുപത്രിയിലത്തെ റിപ്പോർട്ടുകൾ നോക്കിയാൽ കാണാൻ കഴിയും. ഈ എൻ്റെ പരിക്ക് പറ്റിയ എൻ്റെ മോനെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നത് തന്നെ ഞാൻ പറഞ്ഞയച്ച എൻ്റെ സുഹൃത്താണ്, അല്ല സ്കൂൾ അധികൃതരല്ല കൊണ്ടുപോയിട്ടുള്ളത്. ഇത് കെട്ടിച്ചമയ്ക്കേണ്ട ഒരു കഥയില്ല. CCTV ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണല്ലോ. എൻ്റെ മോൻ ഹോസ്പിറ്റലായി. ഇവന് സംസാരിക്കാൻ വയ്യ, മൂക്കിൽ പ്ലാസ്റ്ററും പഞ്ഞി ഒട്ടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഈ പ്രതി കൂടെയുള്ള സുഹൃത്തുക്കളെയൊക്കെ സ്വാധീനിച്ചിട്ട് സഹതാപം പിടിച്ചു പറ്റി ഇത് അബദ്ധത്തിൽ പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട്, അബദ്ധത്തിൽ പറ്റിയതാണെങ്കിൽ ആ CCTV ക്യാമറയിൽ വളരെ വ്യക്തമാണ്. ഒരു പിന്നിലൂടെ വന്ന് മനഃപൂർവ്വം കഴുത്തിൽ പിടിച്ച് മുറുക്കുകയാണ്. കഴുത്തിൽ പിടിച്ച് മുറുക്കി മാറത്ത് പിടിച്ച് സ്വകാര്യ ഭാഗങ്ങളിൽ പിടിച്ചമർത്തുന്നത് നമുക്ക് കാണാം. വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാം. അതിനുശേഷം അസ്വസ്ഥനായ മോൻ എണീറ്റ് നിൽക്കുമ്പോൾ പിന്നാക്കം പോയ പ്രതി മുന്നിലേക്ക് ആ ബെഞ്ചിലേക്ക് കയറി വന്ന് ഇടിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. ഇതെങ്ങനെയാണ് ഞാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഈ CCTV ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുള്ളതാണോ? ആ സ്ഥാപനത്തിലുള്ളതല്ലേ. ഞാൻ എങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കി എന്നാണ് പറയുന്നത്? CCTV ദൃശ്യങ്ങൾ വ്യക്തമായ തെളിവാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് എന്താണ് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതി ഈ ഉത്സവപ്പറമ്പുകളിൽ തമ്പോല കൊട്ടാൻ പോകുന്ന ടീമിലുള്ളതാണ്. അപ്പൊ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയുന്നത് ഈ സംഭവങ്ങൾ എന്തെങ്കിലും പുറത്ത് പറയുകയോ എന്താ കഴിഞ്ഞാൽ എനിക്ക് ഗ്യാങ് ഉണ്ട് പുറത്ത്, ഞാൻ നിന്നെ പുറത്ത് വെച്ച് ശരിയാക്കും എന്ന് പറഞ്ഞ് മോനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്, പെടുത്താറുണ്ട് എന്നുള്ളത് മോൻ പറഞ്ഞാണ് ഞങ്ങൾക്ക് അറിയുന്നത്. രാഷ്ട്രീയത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ഗ്യാങ് ഉണ്ട്, അവരുടെ ഒരു ടീമിൽ 20 പേര് ഗ്യാങ് ഉണ്ടാവും. അപ്പൊ അവരുടെ ഒരു ടീമിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും സഹായം വന്ന ഗ്രൂപ്പായിട്ട് അവർ അതിനെ നേരിടും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ സ്ഥാപനത്തിന് പുറത്തേക്ക് പോകുമ്പോഴോ വരുമ്പോഴോ ഈ അവരുടെ സുഹൃത്തുക്കളുടെ ആക്രമണം ഉണ്ടായാലോ എന്ന് ഭയന്നിട്ടാണ് മോൻ ഇത് ഇത്രയും കാലം പറയാതിരുന്നിട്ടുള്ളത്. പോലീസ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഒരു ഇഷ്യൂ ആയിട്ടാണ് പോലീസ് കണക്കിലെടുത്തിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു സംഘർഷം, അതിനപ്പുറത്തേക്ക് പോലീസ് അല്ല, ഈ സ്റ്റേഷനിൽ പലരുടെയും വിളിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾക്കെതിരെ അവരും കേസും കൊണ്ട് പോവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇത് കോംപ്രമൈസിലോട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ പലരും സമീപിച്ചിരുന്നു. മോനും ഗുരുതരമായ പരിക്കുള്ളതിനാലും ഞങ്ങൾ ഹോസ്പിറ്റലായതിനാലും ഞങ്ങൾക്ക് അതിനൊന്നും നിൽക്കാൻ സമയം കിട്ടിയില്ല. ഏത് പാർട്ടിയാ എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമല്ല. കാരണം ഞങ്ങൾ മോനെ പറ്റിയതിന് ശേഷം മോന്റെ അസുഖം ചികിത്സയുമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു ഭൂരിഭാഗം ദിവസം. ഈ പരിക്ക് പറ്റിയ സമയത്ത് മോനെ മുഖത്തും കണ്ണിന് ചുറ്റും ഒരുപാട് നീര് വന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു മൂക്കിന് സർജറി ഈ നീരുള്ളപ്പോൾ ചെയ്യാൻ പറ്റില്ല, കുറച്ച് ദിവസം 2-3 ദിവസം കഴിഞ്ഞ് നീരൊക്കെ ഡ്രൈ ആയതിനു ശേഷമാണ് പിന്നെ സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇത് 2-3-4 ദിവസം സർജറി മാറ്റി വെച്ചത്. അതിനെ ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്താനും ഉന്നത അധികാരികൾക്ക് പരാതി നൽകാനും ഇതിൽ വീഴ്ചകൾ കണ്ടെത്തി അത് നികത്താൻ വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് അപേക്ഷ നൽകാൻ വേണ്ടി തീരുമാനിച്ചു.